മൺട്രുത്തുരുത്ത് കാലത്തിൻ്റെ കായലൊഴുക്കിലൂടെ ഒരു യാത്ര. ഇന്നത്തെ വീഡിയോയിലൂടെ പ്രശാന്ത സുന്ദരമായ മൺട്രുത്തുരുത്തിൻ്റെ പ്രകൃതി ഭംഗിയിലേക്ക് നമ്മൾ ഊളിയിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്തിനാണ് ചിലപ്പോൾ വേഗത കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽ നിന്നു മാറി ഒഴുക്കിൻ്റെ വേഗതയിൽ ലയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും? ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയ ഏതോ ശാന്തതയെക്കുറിച്ചുള്ള ഓർമ്മകളാകാം. അത്തരം ശാന്തമായ ഒരു ഇടം തേടിയുള്ള യാത്രയാണ് എന്നെ ഇന്ന് കൊല്ലം ജില്ലയിലെ ഈ തീരത്ത് എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം മൺട്രുത്തുരുത്താണ്. ലോകത്തിലെ പല യാത്രകളും തുടങ്ങുന്നത് വലിയ വിമാനത്താവളങ്ങളിൽ നിന്നോ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നോ ആണ്. എന്നാൽ ഈ യാത്ര തുടങ്ങുന്നത് ഈ ചെറിയ വെള്ളത്തിൽ നിന്നാണ്. സഞ്ചാരികളുടെ പ്രിയ റൈഡറായ തുഴച്ചിൽക്കാരനായ കുട്ടനിൽ നിന്നാണ്. ഇവിടെ ഞങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നത് ആധുനിക യന്ത്രങ്ങളല്ല, ഈ തുഴയാണ്. കല്ലടയാറിൻ്റെ ഓളങ്ങളും അഷ്ടമുടിക്കായലും കല്ലടയാറും സംഗമിക്കുന്ന ഒരു തുരുത്ത് സമൂഹമാണ് മൺട്രുത്തുരുത്ത്. 8 ചെറിയ ദ്വീപുകൾ ചേർന്ന ഒരു ഇടം. 2 ജലാശയങ്ങളുടെ സംഗമ ഭൂമിയിൽ ഒരു യാത്ര തുടങ്ങുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. മാറ്റങ്ങളുടെ നിരന്തരമായ ഒത്തുചേരലുകളുടെ ഒരു പ്രതീകം പോലെ. കല്ലടയാറ് വർഷങ്ങളായി കൊണ്ടുവന്നിട്ട എക്കൽ അടിഞ്ഞാണ് ഈ തുരുത്ത് രൂപം കൊണ്ടത് എന്നാണ് പറയുന്നത്. അതായത് ഈ നദിയാണ് ഈ നാടിൻ്റെ ശില്പി. ജീവൻ നൽകിയ അതേ നദിയിലൂടെ അതിൻ്റെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ തുഴഞ്ഞു നീങ്ങുകയാണ്. യാത്രകൾ പലപ്പോഴും സ്ഥലങ്ങളെക്കുറിച്ചല്ല, സമയത്തെക്കുറിച്ചുള്ള അറിവുകളാണ് നമുക്ക് തരുന്നത്. ഭൂതകാലം എങ്ങനെ വർത്തമാനകാലത്തെ രൂപപ്പെടുത്തി എന്ന് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയായി ഓരോ യാത്രയും മാറാറുണ്ട്. ഈ യാത്രയും അങ്ങനെയൊന്നാകുമോ അറിയില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ഇവിടെ തിരക്കുകളില്ല, മൊബൈൽ ഫോണിൻ്റെ ശബ്ദങ്ങളില്ല, നഗരത്തിൻ്റെ മുരൾച്ചകളില്ല. വെള്ളത്തിൻ്റെ ഇളക്കവും തുഴയുടെ താളവും പിന്നെ നമ്മുടെ ഹൃദയമിടിപ്പും മാത്രം. ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചത് ഒരുപക്ഷേ ഈ ലോകം കാണാനും അവൻ്റെ സൃഷ്ടികളെ അറിയാനും വേണ്ടിയായിരിക്കും. ആ വലിയ യാത്രയിലെ ഒരു ചെറിയ കാൽവെപ്പായി ഈ വള്ളത്തിലെ യാത്ര മാറുകയാണ്. വിശാലമായ പുഴയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ തുരുത്തിൻ്റെ സിരകളിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഇടത്തോടുകളാണ് മൺട്രുത്തുരുത്തിൻ്റെ ജീവനാഡികൾ. ലോകത്തിലെ പല മഹാനഗരങ്ങളും കെട്ടിപ്പടുത്തത് വലിയ റോഡുകളാണ്. വെനീസിലെയോ ആംസ്റ്റർഡാമിലെയോ പോലെ ഇവിടെ മൺട്രുത്തുരുത്തിൽ ജീവിതം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ ജലപാതകളാണ്. വീടുകളുടെ മുറ്റം അവസാനിക്കുന്നത് ഈ വെള്ളത്തിലാണ്. കുട്ടികൾ കളിക്കുന്നതും സ്ത്രീകൾ തുണിയലക്കുന്നതും ആളുകൾ പരസ്പരം സംസാരിച്ചു നിൽക്കുന്നതും
ഈ തോടിൻ്റെ കരകളിലാണ്. ഒരു കാലത്ത് കയർ വ്യവസായം ഈ നാടിൻ്റെ പ്രധാന വരുമാന മാർഗമായിരുന്നു. ഇന്ന് വിനോദസഞ്ചാരം ആ സ്ഥാനം ഏറ്റെടുത്തെങ്കിലും പഴയ തലമുറയുടെ കൈകളിൽ ആ പാരമ്പര്യം ഇപ്പോഴും ജീവിക്കുന്നു. ഈ കാഴ്ചകൾ ഒരു വിനോദസഞ്ചാരിക്ക് കൗതുകമാണ്, എന്നാൽ ഇവിടുത്തെ മനുഷ്യർക്ക് ഇത് ജീവിതമാണ്. വെള്ളത്തോടുള്ള നിരന്തരമായ സഹവാസത്തിൻ്റെയും ഇണക്കങ്ങളുടെയും പിണക്കങ്ങളുടെയും ജീവിതം. ഇടയ്ക്കിടെ തലകുനിക്കേണ്ടി വരുന്ന ഈ ചെറിയ പാലങ്ങൾ ഒരുപക്ഷെ ഈ നാടിൻ്റെ വിനയത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടാവാം. മുന്നോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ അല്പം കുനിയേണ്ടി വരും എന്ന വലിയൊരു തത്വം. ഈ തുരുത്തിന് ഈ പേര് വന്നതിന് പിന്നിലുമുണ്ട് അങ്ങനെയൊരു ചരിത്രം. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന കേണൽ ജോൺ മൺട്രോയുടെ പേരിലാണ് ഈ തുരുത്ത് അറിയപ്പെടുന്നത്. ചിതറിക്കിടക്കുന്ന ഈ തുരുത്തുകളെ കനാലുകൾ വെട്ടി യോജിപ്പിച്ച് ഗതാഗത യോഗ്യമാക്കിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഒരു നാടിന് ഒരു വിദേശിയുടെ പേര് ഇന്നും നിലനിർത്തണമെങ്കിൽ ആ മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരിക്കണം. അതൊരു സ്മാരകമാണ്, കല്ലിൽ കൊത്തിയതല്ല, ഒരു ജനതയുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന സ്മാരകം. പക്ഷേ ഈ നാടിന് ഇതിലും പഴക്കമുള്ള ഒരു പേരുണ്ട്. പ്രാചീന മണിപ്രവാള കൃതിയായ ഉണ്ണുനീലി സന്ദേശത്തിൽ ഈ പ്രദേശത്തെ മരതക ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. എത്ര അർത്ഥവത്തായ പേര്! കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ പച്ചപ്പ് കാണുമ്പോൾ ആ പഴയ കവിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാലം മാറി, ഭരണാധികാരികൾ മാറി, പക്ഷേ ഈ നാടിൻ്റെ മരതക ശോഭയ്ക്ക് ഇന്നും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. തുരുത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്ന് നമ്മൾ ഇപ്പോൾ അതിൻ്റെ ശ്വാസകോശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. കണ്ടൽക്കാടുകൾ കരയെയും കായലിനെയും ബന്ധിപ്പിക്കുന്ന പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു സൃഷ്ടി. ഈ വേരുകൾ വെറും വേരുകളല്ല, ഒരു വലിയ ആവാസ വ്യവസ്ഥയുടെ അടിത്തറയാണ്. നൂറുകണക്കിന് ജീവജാലങ്ങൾക്ക് അഭയം നൽകുന്ന മത്സ്യങ്ങളുടെയും ചെമ്മീനുകളുടെയും പ്രജനന കേന്ദ്രമായ ഒരു ലോകം. പ്രകൃതിയുടെ സംരക്ഷകർ എന്നാണ് കണ്ടൽക്കാടുകളെ പലപ്പോഴും വിശേഷിപ്പിക്കാറ്. ശക്തമായ തിരമാലകളെയും കാറ്റിനെയും തടഞ്ഞു നിർത്തി കരയെ സംരക്ഷിക്കുന്ന കോട്ടകളാണ് ഇവ. ഈ തുരുത്തിനെ ഇന്നും ഇങ്ങനെ നിലനിർത്തുന്നതിൽ ഈ കണ്ടൽക്കാടുകൾക്ക് വലിയൊരു പങ്കുണ്ട്. ഈ കാഴ്ചകൾക്ക് എന്തൊരു ശാന്തതയാണ്! എന്നാൽ ഈ സൗന്ദര്യത്തിൻ്റെ നിഴലിൽ നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടത്തിൻ്റെ കഥയുണ്ട്. നമ്മളെ തങ്ങി നിർത്തുന്ന അതേ ശക്തിക്ക് നമ്മളെ ഇല്ലാതാക്കാനും കഴിയുമെന്ന പ്രകൃതിയുടെ വലിയ പാഠം
ഒരുപക്ഷേ മൺട്രോത്തുരുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. മുങ്ങുന്ന തുരുത്ത് എന്നൊരു വിളിപ്പേര് കൂടി സമീപകാലത്തായി മൺട്രോത്തുരുത്തിനുണ്ട്. ഓരോ വർഷവും ഈ തുരുത്തിലെ കര പതിയെ പതിയെ വെള്ളത്തിനടിയിലായിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രീയമായ കാരണങ്ങൾ പലതാണ്. 1996 കല്ലടയാറിൽ നിർമ്മിച്ച തെമ്മല ഡാം ഒരു പ്രധാന കാരണമായി പറയപ്പെടുന്നു. ഡാം വന്നതോടെ നദി സ്വാഭാവികമായി കൊണ്ടുവന്നിരുന്ന എക്കൽ മണ്ണിൻ്റെ അളവ് കുറഞ്ഞു. തുരുത്തിൻ്റെ സ്വാഭാവികമായ വളർച്ച നിലച്ചു. 2004 സുനാമി ഈ നാടിൻ്റെ ഭൂപ്രകൃതിയെ കാര്യമായി ബാധിച്ചു. അതിനുശേഷം വേലിയേറ്റത്തിൻ്റെ ശക്തി കൂടി. കൂടുതൽ വെള്ളം കരയിലേക്ക് കയറാൻ തുടങ്ങി. ഇതിനെല്ലാം പുറമെ ആഗോള താപനം മൂലം സമുദ്രനിരപ്പ് ഉയരുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളും ഈ തീരപ്രദേശങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കുന്ന തുളസിയെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ഇത് ശാസ്ത്രീയമായ കണക്കുകളല്ല, മറിച്ച് ദിവസവും അനുഭവിക്കുന്ന ജീവിത യാഥാർത്ഥ്യമാണ്. അമാവാസ്യയിലും പൗർണമിയിലും വീടിനകത്തേക്ക് ഇരച്ചു കയറുന്ന വെള്ളം അവരുടെ ഉറക്കം കെടുത്തുന്നു. ഇവിടെ മൺട്രോത്തുരുത്തിൽ സംഭവിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട കാര്യമല്ല. ലോകമെമ്പാടുമുള്ള തീരദേശ സമൂഹങ്ങൾ നേരിടുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിൻ്റെ കേരളത്തിലെ പതിപ്പാണ് നമ്മൾ ഈ കാണുന്നത്. ഈ സൗന്ദര്യത്തിന് ഒരുപക്ഷെ അധികം ആയുസ്സുണ്ടാവില്ല എന്ന തിരിച്ചറിവ് ഈ യാത്രയെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നു. ഇടുങ്ങിയ തോടുകളുടെയും കാടുകളുടെയും ലോകത്തു നിന്ന് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിശാലതയുടെ ലോകത്തേക്കാണ്. അഷ്ടമുടിക്കായൽ, പേരുപോലെ 8 ശാഖകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ കായലുകളിൽ ഒന്ന്. ഇവിടെ എത്തുമ്പോൾ നമ്മുടെ കാഴ്ചകൾ തന്നെ മാറുന്നു. ഇത്രയും നേരം നമ്മൾ കണ്ടത് തുരുത്തിൻ്റെ ഉള്ളിലെ ചെറിയ ജീവിതങ്ങളായിരുന്നു. എന്നാൽ ഇവിടെ ഈ കായലിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ആ ജീവിതമെല്ലാം എത്ര വലിയൊരു ലോകത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ചെറിയ ലോകങ്ങളിൽ, ചെറിയ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കും. എന്നാൽ ഇതുപോലൊരു വിശാലതയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം എത്ര ചെറുതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ കായലിൻ്റെ ഓരോ ഓളത്തിനും ഒരുപക്ഷെ നമ്മളോട് പറയാൻ നൂറ്റാണ്ടുകളുടെ കഥകളുണ്ടാകും. എത്രയെത്ര വള്ളങ്ങൾ, എത്രയെത്ര ജീവിതങ്ങൾ ഈ കായലിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം. കായലിലെ കരിമീൻ മുതൽ വലിയ മത്സ്യങ്ങൾ വരെ ഈ ജലാശയത്തെ ആശ്രയിച്ചു ജീവിക്കുന്ന ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ആശ്രയമായിട്ടാണ് അഷ്ടമുടി നിലകൊള്ളുന്നത്. ദൂരെ കാണുന്ന ആ കണ്ടൽ വളവുകൾ പ്രകൃതി ഒരുക്കിയ കവാടങ്ങൾ പോലെയാണ്. ഓരോ യാത്രയിലും നമ്മൾ പുതിയ പുതിയ ലോകങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഇടുങ്ങിയ തോടുകളിലെ ജീവിതം നമ്മളെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചില്ലെങ്കിൽ ഈ വിശാലമായ കായൽ നമ്മളെ പ്രത്യാശയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ജീവിതം മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും ഈ കായൽ പോലെ. സൂര്യൻ പടിഞ്ഞാറോട്ട് ചായുകയാണ്. 2.5 മണിക്കൂർ നീണ്ട ഈ യാത്ര അവസാനിക്കാറായി. തിരികെ തുഴയുമ്പോൾ കണ്ട കാഴ്ചകളെല്ലാം മനസ്സിൽ വീണ്ടും തെളിയുന്നു. തോടിൻ്റെ കരയിലെ വീടുകൾ, കയർപിരിക്കുന്ന കൈകൾ, കണ്ടലിൻ്റെ വേരുകൾ, അഷ്ടമുടിയുടെ വിശാലത. ഈ തുരുത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരിടമാണ്. ചരിത്രവും വർത്തമാനവും സൗന്ദര്യവും ആശങ്കയും അതിജീവനവും ഭീഷണിയും എല്ലാം ഇവിടെ ഒന്നിക്കുന്നു. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തുരുത്തിൻ്റെ പുതിയ പ്രതീക്ഷയാണ് വിനോദസഞ്ചാരം.
ഞങ്ങളെപ്പോലുള്ള സഞ്ചാരികൾ നൽകുന്ന വരുമാനമാണ് ഇന്ന് പല കുടുംബങ്ങളുടെയും മുന്നോട്ട് നയിക്കുന്നത്. മോട്ടോർ ബോട്ടുകൾ ഉപയോഗിക്കാതെ ഈ നാടിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഈ യാത്രകൾ ഒരു തരത്തിൽ ഈ നാടിനോടുള്ള ബഹുമാനവും കൂടിയാണ്. നമ്മുടെ സാന്നിധ്യം ഈ നാടിന് ഒരു ഭാരമാകാതെ ഒരു താങ്ങായി മാറേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഓരോ സഞ്ചാരിക്കുമുണ്ട്. ഓരോ യാത്രയും അവസാനിക്കുമ്പോൾ ചില ഓർമ്മകൾ മാത്രം ബാക്കിയാകുന്നു. എന്നാൽ മൺട്രോത്തുരുത്ത് ഓർമ്മകളോടൊപ്പം ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് നൽകുന്നു. സൗന്ദര്യവും അതിജീവനവും ഒരുമിച്ച് തുഴയുന്ന ഈ തുരുത്തിൻ്റെ ഭാവി എന്തായിരിക്കും? ഈ ഓളങ്ങൾ നിലയ്ക്കുമ്പോൾ ഈ കഥ തീരുമോ, അതോ പുതിയൊരെണ്ണം തുടങ്ങുമോ? കാലത്തിന് മാത്രമേ അതിന് ഉത്തരമുള്ളൂ. ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ മനസ്സിൽ മൺട്രോത്തുരുത്ത് തീർത്തു തന്ന ഓളങ്ങൾ ഇനിയും ഒരുപാട് കാലം നിലനിൽക്കും. പുതിയൊരു സ്ഥലത്തേക്ക്, പുതിയൊരു കാഴ്ചകളിലേക്ക്, പുതിയ ചിന്തയിലേക്ക് അടുത്ത യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം.